ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന പത്തനമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ നവ്യ വന്ന് നയനയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. താൻ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു, അനാമികയാണ് എല്ലാത്തിനും പിന്നിൽ. നയനയുടെ ആദർശേട്ടൻ്റെ അമ്മ ഈ ഒരു രീതിയിൽ വരാൻ കാരണവും ഹോസ്പിറ്റലിലാകാൻ കാരണവും ഒക്കെ അവർ തന്നെയാണ്. അതെൻ്റെ അമ്മായിയമ്മയും ഭർത്താവും കൂടി പറയുന്നത് കേട്ടു. മാത്രമല്ല ഇന്നത്തെ ദിവസവും അവർ ജ്യൂസിൽ എന്തോ പൊടി കലർത്തിയിരുന്നു. ആ പൊടി പക്ഷേ അഭിയാണ് കുടിച്ചത്. അതിൻ്റെ റിസൾട്ടാണ് പിന്നെ കണ്ടതും അവൻ ചൊറിഞ്ഞതും. ആഹാ, അപ്പം അതായിരുന്നല്ലേ. പക്ഷെ ഇതാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ ചേച്ചി. ഇനിയിപ്പോൾ ആരോടും പറയണ്ട. അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൾ ഇനി ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ കാര്യങ്ങൾ ഇവിടെ തുറന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും നയന ചോദിച്ചു, ചേച്ചിയാണ് ആ പാല് കുടിച്ചിരുന്നെങ്കിൽ ഈ ഇവിടെ 5-ാം മാസ ചടങ്ങിന് നടക്കുമായിരുന്നോ? ചേച്ചിയുടെ കുഞ്ഞ് പോവില്ലായിരുന്നോ? അതെ, അതല്ല, ആ കുഞ്ഞിനെ ഓർത്ത് കരയാനായിരിക്കില്ലേ പിന്നെ എൻ്റെ വിധി. അല്ല, ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നു തോന്നണുണ്ടോ നിനക്ക്? കാരണം നിൻ്റെ അമ്മായിയമ്മയ്ക്ക് ഈ ഒരു രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ഓർത്ത് നോക്കിയേ, എൻ്റെ ജീവൻ തന്നെ പോവില്ലേ? അഭിയും അതിനൊക്കെ കൂട്ടുനിന്നു അല്ലേ എന്ന് നയന് ചോദിച്ചപ്പം പിന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അത് തന്നെയാണ് മനസ്സിലായത്. പാലിൽ വിഷം കലർത്തിയത് അനാമികയും അമ്മയും കൂടിയാണ്. അവളുടെ അച്ഛനയച്ച ഗുണ്ടകൾ തന്നെയാണ് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയത്. എന്തൊക്കെ ദ്രോഹങ്ങളായി 1-2 മാസത്തിനിടയിൽ അവർ ചെയ്തത്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഇനി അവളെ തല്ലേൻ്റെ പ്രതികാരം അവളുടെ അച്ഛൻ തീർക്കുമെന്നറിയില്ല. അപ്പം നയന പറഞ്ഞു, അതെ, നമ്മൾ ക്രിമിനൽസ് ആയിട്ടാണ് ഈ വീട്ടിലുള്ള ചിലരൊക്കെ കാണുന്നത്. പക്ഷേ സത്യത്തിൽ അനാമികയും അച്ഛനും ഒക്കെയാണ് ക്രിമിനൽസ്. മാത്രമല്ല നമ്മളെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞാണ് അനാമിക ഈ വീട്ടിലേക്ക് കടന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അതറിയുകയും ചെയ്യാം അവൾക്ക്. എന്നിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. അതിനുശേഷം അവൾ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചു. അവൾക്ക് ഇതിന് മാത്രം വലിയ സമ്പത്തൊന്നുമില്ല, എല്ലാം അഭിനയമാണ്. അനിയുടെ ജീവിതം തകരുന്നത് ഈ വീട്ടിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചി. ഇനിയിപ്പം നമ്മൾ തീരെ എണ്ണ ഒഴിക്കണ്ട. അപ്പം നവ്യ പറഞ്ഞു, അതെ, അനി ഒരു പാവം പയ്യനാ. ആദർശേട്ടൻ നിന്നെ വെറുത്ത സമയത്ത് പോലും അനി നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ നയന. എന്തായാലും ഇങ്ങനെ ഒരു പെണ്ണിനെ ആയിരുന്നില്ല അനിക്ക് കിട്ടേണ്ടിയിരുന്നത്. എന്തായാലും നടന്നു. എന്നിട്ടും അനിയുടെ അമ്മ അവളുടെ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുകയല്ലേ. അതിനവർ പഠിച്ചോളും നയനെ. അമ്മായിയമ്മ മരുമകളെ തള്ളി പറയുന്ന ഒരു ദിവസം വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോക്ക്. എന്തായാലും മനുഷ്യൻ എല്ലാ കാലത്തും എല്ലാവരുടെയും കണ്ണൊന്നും മൂടി കെട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. നല്ല തല്ലി ഞാൻ കൊടുത്തു. അവളും തടവിക്കൊണ്ട് അവിടെ ഇരിക്കുക. എത്ര വർഷം ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ്. എന്തായാലും മേല് വേദനിച്ചല്ലേ ഉള്ളൂ. അതവളങ്ങ് സഹിക്കട്ടെ. അവൾ സഹിക്കും. അവൾ ആരോടും അത് പറയില്ല, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവാണ്. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു കേട്ടോ. ഇവൾ ഇങ്ങനെയൊക്കെ ക്രൂരത, ഒരു സംശയം ഉണ്ടായിരുന്നു ഇവർ തന്നെ ആയിരിക്കുന്നത്. എന്നാലും ഇത്രയധികം ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നയന ഈ കാര്യങ്ങളൊക്കെ മൂടി വെക്കുമെങ്കിലും നവ്യക്ക് അങ്ങനെ മൂടി വെക്കാൻ പറ്റിയില്ല. നവ്യ നേരെ പോയി തൻ്റെ അനിയത്തിയെ കാണാനായിട്ട്, നന്ദുവിനെ കാണാനായിട്ട് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നന്ദുവിന് ദേഷ്യം വരും കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള മനസ്സുള്ളവരുണ്ടോ എൻ്റെ ചേച്ചി? നീ എന്താ മോളെ ഈ പറയുന്നത്? സമാനതകളില്ലാത്ത 6 കൊലകൾ ചെയ്ത വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലില്ലേ? അതുപോലൊരു പെണ്ണാണ് അനാമിക. സ്നേഹിക്കുന്ന പയ്യന്മാരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന പയ്യന്മാർ പോലും. ആ നാട്ടിൽ ഇത് വെറും ചെറിയ കാര്യം മാത്രമല്ലേ? അപ്പോഴേക്കും നന്ദു ചോദിച്ചു, അല്ല, അനിയുടെ മുത്തശ്ശനെ പോലെ സ്വാധീനമുള്ള ഒരാളുടെ വീട്ടിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം നവ്യ പറഞ്ഞു, വലിയ വലിയ വീട്ടിൽ നടക്കുന്നതുകൊണ്ടാണ് പുറം ലോകം ഒന്നും അറിയാത്തത്. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാണക്കേട് അഭിയുടെ മുത്തശ്ശന് തന്നെയല്ലേ. അതുകൊണ്ടാണ് എല്ലാവരും ഇതൊക്കെ മൂടി വെച്ച് മുന്നോട്ട് പോകുന്നത്. ഈ സംഭവം പോലീസ് കേസ് ആയെന്നിരിക്കട്ടെ, എല്ലാവരും ചോദ്യം ചെയ്യത്തില്ലേ? അവസാനം അനന്തപുരിയിലെ ഇളയ മരുമകളാണ് പ്രതി എന്നറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി? മീഡിയ വെറുതെ ഇരിക്കുമോ? അവൾ പ്രതിയാകുമ്പോൾ കൂട്ടുപ്രതികളൊക്കെ പിടിക്കപ്പെടുമല്ലോ. അവളുടെ അച്ഛനും അമ്മയും മാത്രമല്ല, എൻ്റെ അമ്മായിയമ്മയും അനിയുടെ അമ്മയും ഒക്കെ ഉൾപ്പെട്ടെന്നിരിക്കും. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ശരിയാ, എന്നെ കുറേ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയില്ലേ? അതിൻ്റെ പിന്നിലും അവർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, നീ തന്നെ അനിയുടെ ഭാര്യയായിട്ട് വന്നാൽ മതിയായിരുന്നു. അവളെ അവിടെ കയറ്റാനായിട്ട് അനുവാദം കൊടുക്കരുതായിരുന്നു നമ്മൾ ആരും. ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തിട്ടാണ് അന്ന് നിന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. പക്ഷേ ഇതിനേക്കാളും ഭേദമായിരുന്നു കേട്ടോ അതൊക്കെ. ഇതൊക്കെ അങ്ങനെ തള്ളിക്കറിയാൻ പറ്റുമോ?
എന്നെ കൊല്ലാൻ നോക്കി, നിന്നെ തട്ടിക്കൊണ്ടുപോയി നയനയെ ഒരുപാട് വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നിന്നെ സ്നേഹിച്ച അനിക്കാണെങ്കിൽ അവൾ ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല. അവർ തമ്മിൽ ഒരിക്കലും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അവൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നന്ദു പറഞ്ഞു, അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തല്ലോ. നയനേച്ചിയെ പിടിച്ച് തള്ളിയപ്പോൾ തന്നെ അവൾക്കിടെ കാരണ പുകച്ച് ഞാൻ കൊടുത്തിരുന്നു. എന്നാലും അത് പോരെ മോളെ, നമ്മുടെ വീടിനകത്ത് വന്നിട്ടല്ലേ സുഖമില്ലാത്ത നയനയെ നാണം കെട്ടവള് പിടിച്ച് തള്ളിയത്. അവള് കരൾ കൊടുക്കാത്തതോ പോട്ടെ, ഇച്ചിരി രക്തമെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചോ. എന്നിട്ടും നല്ല പിള്ള ചമച്ച് നടക്കുക. നല്ല നാലെണ്ണം ഞാനിന്ന് പൊട്ടിച്ചു, അത് പോരാന്നാ എൻ്റെ അഭിപ്രായം. അപ്പം നന്ദു പറഞ്ഞു, തല്ല് കിട്ടേണ്ടതേ അവൾക്കല്ല, അവളുടെ തന്തയ്ക്കും തള്ളയ്ക്കുക, അവളെ വളർത്തിയവർക്ക്. നമ്മുടെ വീട്ടിൽ വന്ന ഒരു ദിവസം അയാൾ ഭീഷണി മുഴക്കിയിരുന്നു. അയാൾ ഭൂലോകത്ത് അരികടയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിനുള്ള ശിക്ഷ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും കിട്ടിയേ പറ്റുള്ളൂ. അത് ഞാൻ കൊടുത്തിരിക്കും ചേച്ചി, അത് ഞാൻ കൊടുത്തിരിക്കും എന്ന് നന്ദു എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ്. നന്ദു നല്ല കട്ടക്കലിപ്പിലാണ്. ഇനി അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഗോവിന്ദ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും നന്ദുവിൻ്റെ ഫ്രണ്ട്സും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നട്ടപ്പാതിരിക്ക് അനാമികയുടെ സ്വന്തം വീട്ടിലേക്ക്, അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ബെല്ലടിച്ചു. ഈ രാത്രിയിൽ ഇത് ആരാണാവോ? വല്ല കള്ളന്മാരും ആയിരിക്കും, വാതിൽ തുറക്കണ്ട. പിന്നെ ഈ വീട്ടിൽ ഇനി ഏത് കള്ളന്മാർ വരാനല്ല, വന്നിട്ട് എന്താ കാര്യം? അയ്യോ, ഡോർ തുറക്കണോ? നീ പേടിക്കാതെ രേവതി, നമുക്ക് ഡോർ അങ്ങ് തുറക്കാം, ഞാനില്ലേ കൂടെ എന്നും പറഞ്ഞിട്ടൊരു കുഞ്ഞി കത്തിയൊക്കെ ആയിട്ട് ഇയാൾ ഡോറ് തുറക്കാനായിട്ട് ചെല്ലുക. അങ്ങനെ പതുക്കെ പമ്മി വന്ന് ഡോറും തുറന്ന് പുറത്താരാണെന്നൊക്കെ എത്തി നോക്കിക്കൊണ്ട് നിന്നതാണ്. എൻ്റെ പൊന്നെ, 4 സൈഡിൽ നിന്ന് നമ്മുടെ നന്ദുവും ഫ്രണ്ട്സും വന്നില്ലേ, അവരെ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇടിച്ച് പപ്പടമാക്കി. അവിടെ ഇവിടെയൊക്കെ കമ്പ് കൊണ്ടും അതുപോലെ തന്നെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയും അതുപോലെ ഈ സ്ത്രീയുടെ മുടിയെ പിടിച്ച് വലിച്ചും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. രണ്ടുപേരും നിലത്ത് കിടന്ന് ഉരുളുകയാണ്. അങ്ങനെ അവസാനം ആ വടി അവിടെ അവരുടെ മേത്തേക്ക് തന്നെ എറിഞ്ഞിട്ട് നന്ദുവും കൂട്ടുകാരും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. എൻ്റെ വേണുവേട്ടാ, എനിക്ക് വയ്യ വേണുവേട്ടാ, എൻ്റെ കൈ പോയി വേണുവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി എനിക്കും വയ്യെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണുവും അവിടെ വീണു കേട്ടോ. രണ്ടുപേരും തളർന്നു കുത്തി ആ തിണ്ണയിൽ ഇങ്ങനെ കിടക്കാണ്. എന്തായാലും പിന്നെ കാണിക്കുന്നത് രാവിലെ എഴുന്നേക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ നയന രാവിലെ പതുക്കെ കണ്ണൊക്കെ തുറന്ന് നോക്കിയപ്പോഴേക്കും ആദർശ് ഇങ്ങനെ കിടക്കുകയാണല്ലോ. ആദർശിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആദർശ് നല്ല ഉറക്കത്തിലാണ്. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആദർശ് അറിഞ്ഞു കേട്ടോ, നീ എന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റ് പോകുന്നത്? എനിക്ക് പുലർച്ചെ ഒരുപാട് ജോലിയുണ്ട്. ഇപ്പോഴേ ജോലി ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുക നീ അടുക്കളയിൽ കയറരുത് എന്ന്. എന്നാലും പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം, അതുപോലെ മുറ്റത്ത് കോലം വരയ്ക്കണം, ഒരുപാട് പണിയുണ്ട്. അതെ, ഒരു ദിവസം ഇത് ഇത്തിരി വൈകി ചെയ്താൽ ശരിയില്ല, നിനക്ക് ശരികേടൊന്നുമില്ല, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്, BP ഒക്കെ ലോയാണ്, അതുകൊണ്ട് ഉറക്കം കുറഞ്ഞാൽ പ്രശ്നം. അതിന് ഞാൻ ഉറങ്ങിയില്ലോ, എന്താ 6 മണിക്കൂറിന് മുകളിൽ ഞാൻ ഉറങ്ങി, പിന്നെന്താ കുഴപ്പം എന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശം ഒന്ന് ചിരിച്ചപ്പോൾ പറഞ്ഞു, അതെ ഇപ്പം കുഴപ്പം എനിക്കല്ല എന്ന് നയന പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദർശ് പറഞ്ഞു, അതെ കുഴപ്പം എനിക്ക് തന്നെയാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് കിടത്തി. ആ ഒരു സമയത്ത് നയന പറഞ്ഞു, അതെ ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അതെ കൂടുന്നുണ്ട്, അതെ നമ്മുടെ ബെഡ്റൂമാണ് ഇത്, അല്ലാതെ പബ്ലിക് പ്ലേസ് ഒന്നും അല്ലല്ലോ. അമ്മയ്ക്ക് ജോലിഭാരം അടുക്കളയിൽ കൂടുവാണെങ്കിൽ അമ്മ ഇളയമ്മയും അപ്പച്ചിയൊക്കെ വിളിക്കട്ടെ, അതിനിപ്പോൾ എന്താ, അമ്മ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കട്ടെ. അതെന്താ ഇപ്പം അങ്ങനെ? അപ്പച്ചേക്കാളും പരിദൂഷണം പറയുന്നത് ഇളയമ്മയാ. എന്തെങ്കിലും ജോലി എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ. നീ വീണ്ടും അടുക്കളപ്പണി ചെയ്യാൻ തുടങ്ങിയ പിന്നെ അതിനേ സമയം കിട്ടുള്ളൂ. അപ്പം അമ്മയെക്കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കാന്നാണോ പറയുന്നത്? അതിന് അമ്മയെക്കൊണ്ട് ചെയ്യിക്കുന്നതല്ലോ, അമ്മ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതല്ലേ. അത് അമ്മയ്ക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാട്ടോ എന്നെ. അങ്ങനെ ഒന്നുമല്ല. എന്തായാലും അമ്മയ്ക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും, അതുകൊണ്ടാണ് അമ്മ തന്നെ എല്ലാവർക്കും വെച്ച് വിളമ്പാനായിട്ട് നിൽക്കുന്നത്. ജോലിക്കാരിയെ വെക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അമ്മ സമ്മതിക്കുന്നില്ല. നിനക്ക് മുന്നിൽ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുക, അതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇനിയിപ്പോൾ വിഷു വരുമല്ലേ, ജ്വല്ലറികളൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള സമയമാണ്. ആ സമയത്ത് നീ ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ ഒരുപാട് വിറ്റുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. നിൻ്റെ കഴിവിനെ ആ സമയത്ത് ഞാൻ നല്ലതുപോലെ മാർക്കറ്റ് ചെയ്തോളാം. മൂർത്തീസ് ജ്വല്ലറിക്കൊപ്പം എൻ്റെ ഭാര്യയുടെ കഴിവുകളും നന്നായിട്ട് വളരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മുടെ ജാനകി അടുക്കളയിലാണ് കേട്ടോ. ജാനകി അടുക്കളയിൽ നിന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്.
ദേവയാനിയുടെ സ്വഭാവത്തിൽ മാത്രമല്ല വസ്ത്രധാരണത്തിലും ആ മൊത്തത്തിലൊരു മാറ്റമുണ്ട്. അല്ലെങ്കിൽ വലിയ മാലയും ഭയങ്കര തോട പോലെയുള്ള കമ്മലും പട്ടുസാരിയൊക്കെ ഉടുത്തോണ്ട് നടന്ന ദേവയാനി ഇപ്പോൾ സാധാ ഒരു സാരിയും ചെറിയൊരു മാലയൊക്കെ ഇട്ട് സിമ്പിളായിട്ടാട്ടോ നടക്കുന്നത്. ആ മുഖത്തും കാണാം ആ ഒരു വിനയവും ഭവ്യതയും എല്ലാം. ജാനകി ഉണ്ടാക്കുന്നത് നോക്കി ജാനകിയുടെ അരികിലേക്ക് വന്നു. ഓ, ചേച്ചിയുടെ മരുമോൾ ഇതുവരെ അടുക്കളയിലേക്ക് വന്നിട്ടില്ല. അവൾ തിരിച്ചു വന്നതിന് ശേഷമേ അവൾക്ക് ഭയങ്കര ഡിമാൻഡാ. അവളെ അടുക്കളയിൽ കയറാതെ മാറി നിൽക്കുക. അപ്പോൾ ദേവയാനി പറഞ്ഞു, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ, പിന്നെ അവൾ അടുക്കളയിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ നമ്മൾ വെച്ച് വിളമ്പി കൊടുക്കണോ? നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായാലും അവൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് വേണ്ടത് അവരുണ്ടാക്കി കഴിക്കട്ടെ. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, വേണ്ട, അടുക്കളയിൽ നമ്മൾ കയറിയാൽ മതി. നമ്മൾ ഈ വീട്ടിലെ മരുമക്കളായിട്ട് വന്നപ്പം അമ്മയല്ലായിരുന്നോ ജോലിക്കാരിക്കപ്പോൾ അടുക്കളയിലുണ്ടായിരുന്നത്? ഇനിയിപ്പം നമ്മളും അടുക്കളപ്പണി ചെയ്യണം. എന്താ ഏട്ടത്തിക്ക് ഇങ്ങനെയൊരു മാറ്റം? അങ്ങനെ മാറണമെന്ന് പുരോഹിതനാ പറഞ്ഞത്. ഓ, പുരോഹിതൻ പറഞ്ഞുകൊണ്ടാണ് ഈ മാറ്റം? അതേനെ, എൻ്റെ മരുമകളോട് എനിക്ക് സ്നേഹമൊന്നുമില്ല. പക്ഷേ സ്നേഹത്തോടെ പോയില്ല എങ്കിൽ കുടുംബത്തിന് തകർച്ച വരുന്ന പുരോഹിതൻ പറഞ്ഞത്. ചിലരുടെ ജാതകം അങ്ങനെ ആയിരിക്കും. അവരുടെ സ്വഭാവം എത്ര നല്ലതല്ലെങ്കിലും ജന്മ സുഹൃതം കൊണ്ട് അവർക്ക് ചില സിദ്ധികളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാ. അവളും അവളുടെ ചേച്ചിയും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അല്ലേ പല പ്രശ്നങ്ങളും ഉണ്ടായത്. അതൊക്കെ അവളുടെ പ്രാക്കാന്നാ പുരോഹിതൻ പറഞ്ഞത്. അവളെ കഷ്ടപ്പെടുത്തരുതെന്നും പറഞ്ഞു. അത് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കി പോകുന്നതല്ലേ നല്ലത്. അവൾക്കും അവളുടെ ചേച്ചിക്കും അത് വലിയ ഗുണമായി. അവളുടെ ചേച്ചി ഇങ്ങോട്ടേക്ക് അടുക്കാറില്ല, അവളും ഇപ്പോൾ വരുന്നില്ല. എല്ലാം ഇപ്പം ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണ് എന്നൊക്കെ ജാനകി പറഞ്ഞപ്പോഴേക്കും ദേവയാനി ചോദിച്ചു, നിനക്ക് പറ്റില്ലെങ്കിൽ നീ പൊക്കോന്നേ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ. എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് അസുഖക്കാരിയായ ഏട്ടത്തി അടുക്കളയിട്ട് കഷ്ടപ്പെടുത്തരുതെന്നാണ്. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിയെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഈ വീട്ടിൽ അധികപ്പറ്റായിരിക്കുന്ന 2 മരുമക്കൾക്ക് വെച്ച് വിളമ്പുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. തന്നാലും തൽക്കാലം സഹിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് അനാമിക ഓടിപ്പടച്ച് വരുന്നത് കേട്ടോ. അമ്മ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇന്നലെ രാത്രി ആരോ വീട്ടിൽ കയറി തല്ലി. തല്ലിയോ? ആരാ മോളെ? ആരാന്നറിയത്തില്ല. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതേ ഉള്ളൂ. മോളൊരു കാര്യം ചെയ്യുക, അനിയെ വിളിച്ചോണ്ട് എത്രയും പെട്ടെന്ന് ചെല്ല, ഞാനും അങ്ങോട്ടേക്ക് വന്നേക്കാം. എന്തു പറ്റി, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ, ശത്രുക്കളായിട്ട് ആരാ ഉള്ളതെന്നറിയാലോ. നന്ദുവിനെ ആരോ ഇടയ്ക്ക് തട്ടിക്കൊണ്ട് പോയായിരുന്നല്ലോ, അതെൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് എന്നാണ് അവളുമാർ പറയുന്നത്. അതിന് പകരമാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ എന്തായാലും മോള് പെട്ടെന്ന് പൊക്കോ, അനിയെയും കൂട്ടിക്കോ. അങ്ങനെ അനാമിക അങ്ങ് പോയിട്ടോ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്, അവളും അവളുടെ കൂട്ടുകാരും കൂടെ തന്നെയാണോ ഇത് ചെയ്തതെന്ന്. അപ്പോൾ സത്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്തണ്ട. പോലീസ് കേസെടുത്തിട്ടുണ്ടാവുമല്ലോ, അവരന്വേഷിക്കട്ടെ. അത് കഴിയുമ്പോൾ പ്രതികൾ ആരാണെന്ന് മനസ്സിലാവൂലോ. മൊട്ടച്ചി അനിയെ വശത്താക്കാൻ നടക്കുക. അതിനു വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞു, യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്, അത് ശരിയല്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കൊരു മരുമകളുണ്ടെങ്കിൽ അത് അനാമിക തന്നെ ആയിരിക്കും. പിന്നെ 3ാമത്തെ എവിടേക്ക് കയറ്റാൻ ആർക്കെങ്കിലും ഒരു വിചാരം ഉണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ദേഷ്യത്തോടു കൂടി അങ്ങ് പോവുക. ഈ വീട്ടിൽ കയറാൻ ഏറ്റവും യോഗ്യതയുള്ളവളാണ് എൻ്റെ മരുമകൾ. ഈ അനന്തപുരി തറവാടിൻ്റെ അന്തസ്സും മുറുകെ പിടിക്കുന്നവൾ. അത് ഇനി മറ്റുള്ളവരെനിക്ക് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല ജാനകി എന്ന് ദേവയാനി മനസ്സിൽ പറയാണ്. എന്തായാലും അനാമിക വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, 2ൻ്റെയും കൈയൊടിഞ്ഞ് നെറ്റിയിലും ഒക്കെ കെട്ടുവായി തലക്കെട്ടൊക്കെ ആയിട്ട് അമ്മയും അച്ഛനും കൂടെ ഉമ്മറത്തിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മുടെ വേണു നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവർ 2 പേരുണ്ടായിരുന്നു, ഒരു പെണ്ണും 3 ആണും. 2 ആണും ഹെൽമെറ്റ് വെച്ചിരുന്നു, അതുകൊണ്ട് ആളെ മനസ്സിലായില്ല. അത് നന്ദു തന്നെയാണെന്ന് എനിക്ക് തോന്നണത്. അപ്പം അനി പറഞ്ഞു, അവളങ്ങനെ ചെയ്യില്ല. നീ ഇനി അവളെ അങ്ങനെയല്ലേ പറയുള്ളൂ. അവൾ കരാട്ടയും കളരിയൊക്കെ കഴിഞ്ഞതല്ലേ. 4-5 ആണുങ്ങൾ വന്നാലും തല്ലി ഒതുക്കാൻ കഴിവുള്ള അവളല്ലാതെ പിന്നെ ആരെ ഇങ്ങോട്ടേക്ക് വന്ന് തല്ലുന്നത്. അപ്പം ആളെ തിരിച്ചറിയാതെ വെറുതെ സംശയിക്കണ്ട. അച്ഛനും അമ്മയ്ക്കും ആരെങ്കിലും ശത്രുക്കളുണ്ടോ? അപ്പോഴേക്ക് വേണു പറഞ്ഞു, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരായിരിക്കും ചെയ്തത്. ധനിയുടെ ഏട്ടത്തിൽ നിന്ന് നന്ദു തന്നെയാ, വേറെ ആരുമല്ല. എനിക്ക് ശത്രുക്കളായിട്ട് അവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുട്ടത്ത് വന്ന് തല്ലണ സ്വഭാവമൊന്നും നന്ദുവിനും കൂട്ടുകാർക്കും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്നേ തല്ലുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം.
ഓ നന്ദുവിൻ്റെ സ്വഭാവം അവന് കാണാപ്പാടമാണല്ലോ എന്ന് അനാമിക പറഞ്ഞപ്പോഴേക്കും ഞാൻ കുറേ നാൾ അവരോടൊപ്പം ഉണ്ടായിരുന്നത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവരെല്ലാവരും. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ എന്തായാലും നല്ല തല്ലായിരുന്നു. പുറമേ കാണുന്ന പരിക്കല്ല, മർമ്മം നോക്കിയേ പെരുമാറിയതോ. എന്തൊരു അടിയായിരുന്നു. കൂടെ വന്ന പയ്യന്മാരെക്കാളും ശക്തമായ അടിയായിരുന്നു പെണ്ണിൻ്റേത്. എൻ്റെ പൊന്നോ. എന്തായാലും പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിക്കട്ടെ, എന്നിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കട്ടെ. എന്നാൽ അത് തന്നെയാണ് നല്ലത്. അപ്പം പിന്നെ ഈ സംശയങ്ങളൊക്കെ മാറി കിട്ടുമല്ലോ. ഞാൻ പോവാ എന്നും പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോയി കേട്ടോ. എൻ്റെ പൊന്നച്ഛ എന്തിനാ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പോയത്? അത് പ്രശ്നമാവൂലേ എന്നൊക്കെ അനാമിക അനി പോയി കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിക്കുക കേട്ടോ. കംപ്ലൈൻറ്റ് കൊടുത്തിട്ടൊന്നുമില്ല. പരിചയമുള്ള പോലീസുകാരൻ ഹോസ്പിറ്റലിൽ വന്നപ്പം വിവരം ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും കേസില്ലാന്ന് തന്നെ പറഞ്ഞേരെ കേട്ടോ, അതായിരിക്കും നല്ലത്. ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ചെയ്തതൊക്കെ അവളുമാരറിഞ്ഞിട്ടുണ്ട്. അവർ കേസോ കൂട്ടങ്ങളൊക്കെ പിന്നാലെ ആയി വല്ല പോലീസും എത്തിക്കഴിഞ്ഞാൽ നവ്യ എല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ എനിക്ക് അനന്തപുരിയിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും മോളൊന്ന് സൂക്ഷിച്ച് നടന്നോ, അതായിരിക്കും നല്ലത്. പുറത്ത് എന്തിനും മടിക്കാത്ത പുലിക്കുട്ടികളാണ്. പിന്നെ നവ്യയും നയനയും പറയണ്ടല്ലോ. ഇനി ഹെൽമെറ്റ് ഇട്ട് വന്ന പയ്യന്മാരിൽ അവനും കാണുമോ? അപ്പോഴേക്കും അനാമി ചോദിച്ചു, ആര്? എൻ്റെ മരുമോൻ, അവനും അക്കൂടെ ഉണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. പറയാൻ പറ്റത്തില്ല മോളെ. അവന് ഞങ്ങളോട് ദേഷ്യമുണ്ടല്ലോ. എന്തായാലും അക്കൂട്ടത്തിൽ അവനില്ല. അവൻ ഇന്നലെ രാത്രി മൊത്തം എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തല്ലും മുറ പോലെ കിട്ടുന്നുമുണ്ട് ഇഷ്ടം പോലെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ ഫ്രണ്ട്സിനെയാണ്. ഇനി പോലീസ് അന്വേഷണം വല്ല ഉണ്ടാവുകടാ എന്ന് നന്ദു ചോദിച്ചപ്പം ഉണ്ടാവുകയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാലോ. ആദർശേട്ടൻ്റെ അമ്മ തലനാരിഴയ്ക്കല്ലേ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് കേസായില്ലല്ലോ. ഇത് കേസാക്കിയാൽ നമുക്ക് അതും കുത്തിപ്പൊക്കണം നന്ദു, അതും കുത്തിപ്പൊക്കണം. അങ്ങനെ നമ്മുടെ ഇവർ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണ് നന്ദുവും കൂട്ടുകാരും സംസാരിക്കുന്നത്. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വരികയാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നറിയാവുന്നത് പോലെ നമ്മുടെ നന്ദുവിൻ്റെയും കൂട്ടുകാരുടെ അരികിലേക്ക് സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ അനി വരുന്നത്. അനിയെ കണ്ടതും നന്ദുവിനോട് കൂട്ടുകാർ പറഞ്ഞു, ദേ വരുന്നു നിന്റെ കാമുകൻ. ഒന്നും മിണ്ടായിരിക്കണം, അവൻ എന്ത് വിചാരിക്കും. എന്തായാലും കൊള്ളാം, പൊളിച്ചു മാച്ചാമാരെ കൊടുകൈ എന്നും പറഞ്ഞു അനി കൂട്ടുകാർക്കൊക്കെ ഷെയ്ക്കാൻഡ് കൊടുക്കുക. എന്താ ഇത്ര സന്തോഷം? എൻ്റെ അമ്മായിയമ്മയ്ക്കും അമ്മായിയച്ഛനും നല്ല തല്ല് കിട്ടി, നല്ല കിടയിലും തല്ല. അപ്പം നന്ദു ഒന്ന് പരുങ്ങ കേട്ടോ. ആരാടാ അത് ചെയ്തത്? ഒരു പെണ്ണും രണ്ടാണും ചേർന്ന് അവരെ തല്ലി ഒതുക്കുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴേക്കും നന്ദു കൂട്ടുകാരെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇടിവെട്ട് പണി കിട്ടുന്ന നല്ല കിഡിലൻ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. സിയോഗി, താങ്ക് യു.